അല്ല, തിരുമേനിയുടെ ഭാര്യയല്ലേ വരുന്നത്? ഈ വരവിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതൊന്നും യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ലെന്ന് ഇന്നവൾക്ക് ബോധ്യമാവും. അണിഞ്ഞൊരുങ്ങിയാണല്ലോ അവരുടെ വരവ്. ആ വരവിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. കുറുപ്പദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നോ? ആ, സപ്താഹയജ്ഞം അടുത്ത് വരികയല്ലേ, അതിന്റെ കാര്യങ്ങളൊക്കെ ശതാക്ഷരി സ്വാമിയായി ചർച്ച ചെയ്യുകയായിരുന്നു. അല്ല, മഹിമ എന്താ വന്നത്? ശതാശ്ശേരി സ്വാമിക്ക് ഒരു നേരത്തെ ആഹാരമെങ്കിലും എന്റെ കൈകൊണ്ടുണ്ടാക്കി കൊടുക്കണമെന്ന് മനസ്സിനൊരു തോന്നല്. ഭഗവതിയായിട്ട് തോന്നിച്ചതാവും. കഴിഞ്ഞ ദിവസം ഞാൻ ആഹാരം ഉണ്ടാക്കിക്കൊണ്ട് വന്നിരുന്നു. അപ്പോഴാ സ്വാമിയുടെ ചിട്ടവട്ടങ്ങളൊക്കെ അറിഞ്ഞത്. സ്വാമി, അവിടുന്ന് പറഞ്ഞതുപോലെ തന്നെയാ ഞാൻ ഈ ആഹാരം തയ്യാറാക്കിയത്. കുളിച്ച് ശുദ്ധിയായി ദേവീമന്ത്രം ഉരുവിട്ടുകൊണ്ടാ ഇന്ന് ഞാൻ ഇതൊക്കെ സ്വാമിക്ക് ഉണ്ടാക്കിയത്. ആഹാ, ഇന്നലെ മുതല് ഞാൻ വ്രതം എടുക്കുകയും ചെയ്തു. അത് നന്നായി, സന്തോഷമായി. എനിക്ക് സ്വാമിക്ക് ഒരു നേരത്തെ ആഹാരം തന്നാൽ അതിന്റെ പുണ്യം എനിക്കും എന്റെ മോനും കിട്ടുമല്ലോ. മഹിമ വ്രതത്തിലായതുകൊണ്ട് മോന്റെ കാര്യം അല്പം പരുങ്ങല്ലായി കാണുമല്ലോ അല്ലേ? അത് ശരിയാ സ്വാമി. ഒരു മുട്ട പോലും പൊരിച്ചു കൊടുക്കാത്തോണ്ട് ആള് വലിയ പിണക്കത്തിലായിരുന്നു. ഞാൻ പറഞ്ഞു, നീ ഇനി എത്ര വാശി പിടിച്ചാലും സ്വാമിക്ക് ആഹാരം കൊടുക്കുമ്പോ മത്സ്യം മാംസമൊന്നും ഞാൻ വീട്ടിൽ കയറ്റില്ലാന്ന്. അതിന്റെ പിണക്കത്തിലാ ഇപ്പോഴും. എന്നോട് മിണ്ടാൻ പോലും കൂട്ടാക്കുന്നില്ല. അല്ല, ഞാനതൊന്നും കാര്യാക്കുന്നില്ല. അയ്യോ, അത് സങ്കടമായല്ലോ. എന്ത് സങ്കടം? സ്വാമി അതൊന്നും കാര്യാക്കണ്ട. ഇത് കൊണ്ടുപോയി കഴിച്ചാട്ടെ. അതെനിക്കിത്തിരി പ്രയാസമുള്ള കാര്യമാവുമല്ലോ. പ്രയാസോ? എന്തു പ്രയാസം? ഒരാളെ സങ്കടപ്പെടുത്തിയിട്ട് മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നത് ശരിയല്ല. അതും പെറ്റമ്മ. സ്വന്തം മകനെ സങ്കടത്തിലും നിരാശയിലുമാക്കുന്നത് ഈശ്വരൻ പോലും പൊറുക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് മറ്റൊരാളെ സങ്കടപ്പെടുത്തിയിട്ടുള്ള ഈ ആഹാരം ഞാൻ സ്വീകരിക്കില്ല. അയ്യോ സ്വാമി, സ്വാമി അങ്ങനെ പറയരുത്. അവന്റെ പിണക്കം ഞാൻ മാറ്റിക്കോളാം. ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. ഞാനെടുത്ത തീരുമാനം തിരുത്താൻ പറ്റില്ല. സ്വാമിയെ പറഞ്ഞത് നേരാ. നിങ്ങളെ കുഞ്ഞിനെ സങ്കടപ്പെടുത്തിയിട്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നോക്കണ്ട. അത് ഈശ്വരന് ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോ ഞാനുണ്ടാക്കിയത് ഒരിക്കലും സ്വാമി കഴിക്കില്ലെന്നാണോ? എന്നല്ല, മകനെ കൂടി തൃപ്തിപ്പെടുത്തി ഞാൻ പറഞ്ഞ രീതിയിൽ ആഹാരം ഉണ്ടാക്കിക്കൊണ്ടുവന്നാൽ ഞാനത് സ്വീകരിക്കാം. ഇപ്പൊ ഇത് സ്വീകരിക്കാൻ നിർവാഹമില്ല. സ്വാമി പറഞ്ഞത് കേട്ടില്ലേ? മഹിമേനി നിന്നിട്ട് കാര്യമില്ല. പൊക്കോളൂ. സ്വാമി, ഇവരുടെ ഈ വരവിന് പിന്നില് വേറെന്തോ ദുരുദ്ദേശം ഉണ്ടല്ലോ. അതെനിക്ക് മനസ്സിലായതുകൊണ്ടല്ലേ ഞാൻ അവരെ തിരിച്ചയച്ചത്. അഹങ്കാരവും ആർത്തിയും മത്തുപിടിപ്പിച്ച മനസ്സാ അവരുടേത്. അവിടെ ഈശ്വര സാന്നിധ്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്ന് ആഹാരം വാങ്ങി കഴിക്കുന്നത് ശരിയായ കാര്യമല്ല. ഇത് 2ാം തവണയാ സ്വാമി ഇങ്ങനെ എന്നെ തിരിച്ചയക്കുന്നത്. 2 പഴച്ച 3 അടുത്ത തവണ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇയാളെ കൊണ്ട് കഴിപ്പിച്ചിരിക്കും. ഇനി അതെന്റെ വാശിയാ. മഹിമയോടാ അയാളൊരു ഗിരിപ്രഭാഷണം. എന്റെ ഭഗവതി, ചെറുക്കൻ ഇനി വെജിറ്റേറിയൻ ആവാൻ അനുനയത്തിൽ പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കണം. എന്നെ ഒന്ന് സഹായിക്കണേ ഭഗവതി. ഇനിയെങ്കിലും ആ ശതാക്ഷര സ്വാമിയെ കൊണ്ട് എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ആഹാരം ഒരു നേരമെങ്കിലും കഴിപ്പിക്കണം. ഇത് മഹിമയുടെ വാശിയാ. എന്നാലേ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കൂ. അതിനു മുമ്പ് ഈ ചെറുക്കനൊന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ദേവി കാക്കണേ. മോനെ മണി, അമ്മയടുത്ത് പിണങ്ങി കിടക്കുവാണോ? എന്റെ മോനെ എഴുന്നേറ്റേ. അമ്മ എന്തൊക്കെയാ കൊണ്ടുവന്നേ നോക്കിയേ. ഓറഞ്ച്, മുന്തിരി, ആപ്പിള്,
ഇതൊക്കെ കഴിച്ചിട്ട് വേണം വണ്ണവും വയറും ഒക്കെ കുറച്ചിട്ട് എന്റെ മോൻ സുന്ദരക്കുട്ടനാവാൻ. മോനെ മണി, എന്തൊരു ഉറക്കോടാ ഇത്? എഴിക്കടാ മോനെ.